ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു വലിയ സ്പേസ് ഷിപ്പാണ് കാണിക്കുന്നത്. അതിപ്പോ ഹോംസ്റ്റെഡ് 2 എന്നൊരു ഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും 120 വർഷത്തെ യാത്രയുണ്ട് അതിന്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്പേസ് ഷിപ്പിന്റെ പേര് ആവലോൺ എന്നാണ്. 120 വർഷം യാത്ര ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോ ഓട്ടോ പൈലറ്റ് മോഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള മുഴുവൻ ആളുകളും ഇപ്പൊ ഹൈബർനേഷൻ സ്ലീപ്പിലാണ്. 258 പേരാണ് ഇതിൽ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. പാസഞ്ചേഴ്സ് ആയിട്ടുള്ളത് 5000 ആൾക്കാരും. അവരെല്ലാം അവരുടെ നീണ്ട ഉറക്കത്തിലാണ്. ഈ സ്പേസ് ഷിപ്പിന്റെ മുന്നിലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ആസ്ട്രോയിഡ്സും മറ്റുമൊക്കെ വന്ന് ഇടിച്ചാൽ ആ സ്പേസ് ഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണത്. ഇത്രയും ഭീമാകാരനായിട്ടുള്ള സ്പേസ് ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രോയിഡിനും ആ സ്പേസ് ഷിപ്പിനെ തകർക്കാൻ പറ്റത്തില്ല എന്ന വിശ്വാസത്തിലാണ് അതിന്റെ കമ്പനി അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റായിരുന്നു. പോകുന്ന വഴിക്ക് കുറേയേറെ ആസ്ട്രോയിഡ് വന്ന് അതിലിടിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു വലിയ ആസ്ട്രോയിഡ് അതിൽ ചെന്ന് ഇടിക്കുന്നത്. ആ ആസ്ട്രോയിഡിനെ തടുക്കാൻ ആ ഷീൽഡിനെ കൊണ്ടാവുന്നില്ലായിരുന്നു. അത് ഉടനെ തന്നെ ആ സ്പേസ് ഷിപ്പിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറുകയാണ്. അതോടൊപ്പം മൊത്തത്തിൽ ആ സ്പേസ് ഷിപ്പ് അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. എന്തൊക്കെയോ മാൽഫങ്ഷൻസ് ഒക്കെ അതിന് സംഭവിച്ചിട്ടുണ്ട്. അതിലിപ്പം 5 ഹൈബർനേഷൻ പോഡുകൾ കേടായിരിക്കുകയാണ്. സാധാരണ അത് കേടായി കഴിഞ്ഞാൽ തനിയെ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. അങ്ങനെ ഓരോരോ ഹൈബർനേഷൻ പോഡുകളും തനിയെ റിപ്പയർ ആവാൻ തുടങ്ങി. എന്നാൽ അതിൽ ഒരു പോഡ് മാത്രം തനിയെ റിപ്പയർ ആവുന്നില്ല. അത് മൊത്തത്തിൽ അങ്ങോട്ട് കേടുവരികയാണ്. അത് കേടുവന്നതോടുകൂടെ ആ പോഡ് ഓപ്പൺ ആവാൻ തുടങ്ങി. ആ പോഡിലുണ്ടായിരുന്നതാണ് ഈ കഥയിലെ നായകൻ. ഇവന്റെ പേര് ജെയിംസ് എന്നാണ്. ജിം എന്നാണ് ഇവനെ വിളിക്കുന്നത്. ഇവനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അങ്ങനെ അവൻ എഴുന്നേറ്റ ഉടനെ തന്നെ അവന്റെ പോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ അവൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഗുഡ് മോർണിംഗ് ജെയിംസ്, നിങ്ങൾക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നില്ലേ? 120 വർഷങ്ങളായിട്ട് താങ്കൾ ഈ യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട എന്നൊക്കെയാണ് ആ കമ്പ്യൂട്ടർ ഇങ്ങനെ പറയുന്നത്. ഈ സമയം ജിമ്മാണെന്നുണ്ടെങ്കിൽ ആകെ കിളി പോയൊരവസ്ഥയിലാണ്. ഞാൻ എവിടെയാണ് എന്നൊക്കെയാണ് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ താങ്കൾ സ്റ്റാർഷിപ്പ് ആവലോണിലെ ഒരു യാത്രക്കാരനാണ്. അതായത് ഹോംസ്റ്റെഡ് കമ്പനിയുടെ വളരെ പ്രമുഖമായ ഒരു ഇന്റർസ്റ്റെല്ലാർ സ്പേസ് ഷിപ്പ്. അതിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്. ഭൂമിയിൽ നിന്നും ഹോംസ്റ്റെഡ് എന്ന ഗ്രഹത്തിലേക്കുള്ള താങ്കളുടെ യാത്ര ഇപ്പോൾ അവസാനിക്കാറായി. അതെ, താങ്കളിപ്പോ ഹോംസ്റ്റെഡ് 2 എന്ന കോളനി ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇനി വെറും 4 മാസങ്ങളാണുള്ളത്. അതിനുള്ളിൽ ഈ ആവലോൺ എന്ന സ്പേസ് ഷിപ്പ് ഹോംസ്റ്റെഡ് 2 ലാൻഡ് ചെയ്യും. ഈ 4 മാസം നിന്നെ പോലെ തന്നെ എല്ലാ പാസഞ്ചേഴ്സും ഉണർന്നിരിക്കും. ഇത്രയും സമയം നിങ്ങൾക്ക് ഈ ആഡംബര സ്പേസ് ഷിപ്പിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഭക്ഷണം, ഫ്രണ്ട്സ്, ഗെയിംസ്, അങ്ങനെ എന്തും നിങ്ങൾക്ക് ഈ സ്പേസ് ഷിപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബാൻഡ് ഉണ്ട്. ആ ബാൻഡാണ് നിങ്ങളുടെ ID. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ സ്പേസ് ഷിപ്പിൽ ഓരോ സ്ഥലത്തേക്കും പോകേണ്ടത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാബിനിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്നൊക്കെയാണ് ആ കമ്പ്യൂട്ടർ പറയുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ പോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ ക്യാബിനിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം അവന്റെ മുന്നിലായിട്ട് നിലം വൃത്തിയാക്കുന്ന കുറെ റോബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ടാണ് അവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവന്റെ ക്യാബിനിലെത്തി. ആ ഗ്രഹത്തിൽ ലാൻഡ് ചെയ്യുന്നത് വരെ അവൻ ഇനി ഇവിടെയാണ് താമസിക്കേണ്ടത്. ഇവിടെ ഇരുന്നിട്ട് അവൻ കുറെ തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുണ്ട്. അതായത് അവന്റെ കൂടെയുള്ള യാത്രക്കാരെ പരിചയപ്പെടണം. പിന്നെ ആ ഗ്രഹത്തിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ട്രെയിനിങ് എടുക്കണം. പിന്നെ അവിടുത്തെ കോളനി ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള 4 മാസം അവൻ ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് 38-ാം നമ്പർ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിലാണ് ഇവൻ ചെന്നിരിക്കേണ്ടത്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കമ്പ്യൂട്ടർ അവന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവൻ കുളിച്ച് റെഡിയായിട്ട് ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി അവന്റെ ക്ലാസ്സിലേക്ക് പോവാണ്. എന്നാൽ അവന്റെ ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഈ സമയം അവിടെ നിന്നുകൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടർ സംസാരിക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ മുഴുവൻ ആളുകളാണ് എന്ന രീതിയിലാണ് കമ്പ്യൂട്ടർ സംസാരിക്കുന്നത്. എല്ലാവർക്കും 38 ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോളനി ജീവിതത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഭൂമി എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായ ഒരു ഗ്രഹമാണ്. അതായത് സിവിലൈസേഷന്റെ ഒരു തൊട്ടിലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മറ്റു പലരെയും സംബന്ധിച്ചിട്ട് ഭൂമി എന്ന് പറയുന്നത് ഓവർ പോപ്പുലേറ്റഡ് ആണ്. അതായത് അമിത ജനസാന്ദ്രത. മാത്രമല്ല അവിടെ മൊത്തം സാധനങ്ങൾക്കും വില കൂടുതലാണ്. പിന്നെ നിലവാരത്തിന്റെ കാര്യമാണെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെയാണ് ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ കോളനികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള നിലവാരവും ആ കോളനികളിൽ ഉണ്ടാവും. മാത്രമല്ല അത് നിങ്ങൾക്ക് നല്ലൊരു ജീവിത രീതിയും നൽകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കമ്പ്യൂട്ടർ പറയുന്നത്. അതിനിടയിൽ അവൻ ആ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഒറ്റയ്ക്കാണ്, ഇവിടെ മറ്റാരെയും കാണുന്നില്ല എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ പറയുന്നത് ഈ ക്ലാസ് മൊത്തത്തിൽ ഫുള്ളാണെന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. പോകുന്ന വഴിക്ക് അവൻ അവിടെയുള്ള ആളുകളെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ എവിടെ നിന്നും ഒരു റിപ്ലൈ അവന് കിട്ടുന്നില്ല. അങ്ങനെ അവൻ നേരെ ഓടിക്കയറുന്നത് ഒരു ലിഫ്റ്റിന്റെ അകത്തേക്കാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. ആ ലിഫ്റ്റ് വളരെ വേഗത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് ഗ്രാവിറ്റി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെയാണ് കമ്പ്യൂട്ടർ പറയുന്നത്. എന്നാൽ അവനതൊന്നും കേൾക്കാതെയാണ് അതിന്റെ അകത്തേക്ക് കയറിയത്. അങ്ങനെ വളരെ വേഗത്തിൽ ലിഫ്റ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അതിന് ഗ്രാവിറ്റി ഒക്കെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ലിഫ്റ്റിൽ കിടന്നിങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയം സ്പേസ് ഷിപ്പ് ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ ഗ്രഹത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ലിഫ്റ്റിൽ നിന്നിറങ്ങി ആ സ്പേസ് ഷിപ്പിലെ ഒരു മെയിൻ ഹാളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഹാളിനെ പറയുന്നത് ഗ്രാൻഡ് കോൺകോഴ്സ് എന്നാണ്.
അവൻ അങ്ങോട്ട് നടന്നു കയറുമ്പോൾ തന്നെ അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓണായിട്ട് വരാൻ തുടങ്ങി. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത്. അതിലെ യാത്രക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആ ഹാളിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു കമ്പ്യൂട്ടർ അവനെ വിളിക്കുന്നത്. ആ സ്പേസ്ഷിപ്പിലെ യാത്രക്കാർക്ക് സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നത് ആ കമ്പ്യൂട്ടറാണ്. അവൻ ഉടനെ തന്നെ ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് നിന്നൊരു കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് ഇതിനകത്തുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കണം, അത് ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ നിങ്ങൾ നേരെ 3ാമത്തെ നിലയിലേക്ക് വിട്ടോ, അവിടെയുള്ള ആളോട് ചോദിച്ചാൽ മതി എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ 3ാമത്തെ നിലയിലേക്ക് പോവാണ്. എന്നാൽ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയം വീണ്ടും കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോവാണ്. ഈ ഷിപ്പിലെ ക്യാപ്റ്റനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ സാധാരണയായിട്ട് കമാൻഡ് റിംഗിലെ ബ്രിഡ്ജിലാണ് ഉണ്ടാവാറ് എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ ആ ബ്രിഡ്ജിലേക്ക് പോവാണ്. പക്ഷെ ബ്രിഡ്ജിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരു ഡോർ തുറക്കണം. അവനത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തേക്ക് കയറണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണ് എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അങ്ങനെ അവൻ ആ ഡോറിലെ ചില്ല് വഴി അകത്തേക്ക് നോക്കാൻ തുടങ്ങി. എന്നാൽ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടെ ആവുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ അവൻ അടുത്തതായിട്ട് പോകുന്നത് മറ്റൊരു റൂമിലേക്കാണ്. ഇതിന് ഒബ്സർവേറ്ററി എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്പേസിലെ കാഴ്ചകൾ കാണാൻ സാധിക്കും. അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അവിടെ നിന്ന് ഒരാൾ എന്തു പറഞ്ഞാലും ആ കമ്പ്യൂട്ടർ അവന് കാണിച്ചു കൊടുക്കും. അവനിപ്പോൾ ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചോദിക്കുന്നത് അവന്റെ യാത്രയെക്കുറിച്ചാണ്. ഈ സമയം കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ യാത്രയുടെ കാര്യങ്ങളൊക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഭക്തി സിസ്റ്റത്തിലെ 4ാമത്തെ ഗ്രഹമാണ് ഹോംസ്റ്റെഡ് 2. ഭൂമിയിൽ നിന്നും അവിടേക്കാണ് ഈ സ്പേസ്ഷിപ്പ് ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ ഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് 30 വർഷമേ ആയിട്ടുള്ളൂ. ഇനിയും 90 വർഷങ്ങൾ എടുക്കും ഹോംസ്റ്റെഡ് 2 ലാൻഡ് ചെയ്യാൻ എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. ഒരു ഞെട്ടലോടെയാണ് അവൻ ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവൻ ഉണർന്നിരിക്കുന്നത് വളരെ നേരത്തെയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ ഗ്രാൻഡ് കോൺകോഴ്സിൽ കണ്ട ആ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇന്റർസ്റ്റെല്ലർ മെസ്സേജുകൾ അയക്കുന്നത് ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു സേവനമാണ് എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. പക്ഷെ അവൻ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെയുള്ള ഒരു കമ്പ്യൂട്ടർ വഴി ഭൂമിയിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവൻ ആ മെസ്സേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഹൈബർനേഷൻ പോഡിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തെ ഉണരേണ്ടി വന്നു. വേറെ ആരും തന്നെ ഇവിടെ ഉണർന്നിട്ടില്ല. ഇനി തിരിച്ച് ഹൈബർനേഷനിൽ ചെന്ന് ഉറങ്ങുന്നത് എങ്ങനെയാണെന്നും എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ കമ്പ്യൂട്ടറിനടുത്ത് ചോദിച്ചപ്പോൾ ഇനിയും 90 വർഷം കൂടെ യാത്രയുണ്ട് എന്നാണ് എന്നോട് പറയുന്നത്. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ മെസ്സേജ് അവൻ സെൻഡ് ചെയ്ത ഉടനെ തന്നെ കമ്പ്യൂട്ടർ അവന് റിപ്ലൈ കൊടുക്കുകയാണ്. അതായത് അവൻ അയച്ച ഈ മെസ്സേജ് ഭൂമിയിൽ എത്തണമെങ്കിൽ 19 വർഷം എടുക്കും. എന്നിട്ട് തിരിച്ചതിനൊരു റിപ്ലൈ ഈ സ്പേസ്ഷിപ്പിലേക്ക് എത്തണമെങ്കിൽ 55 വർഷം എടുക്കും. മാത്രമല്ല അവൻ അയച്ച ഈ ഒരൊറ്റ മെസ്സേജിന് $6000 കൂടെ അവന് കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ആ കമ്പ്യൂട്ടർ പറയുന്നത്. അതെല്ലാം കേട്ട് ആകെ കിളി പോയിരിക്കുകയാണ് അവൻ. അങ്ങനെ അവൻ വളരെ നിരാശയോടെ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. നടന്ന് ഇപ്പോൾ അവൻ ആ സ്പേസ്ഷിപ്പിൽ ഒരു ബാറിന്റെ അടുത്താണ് എത്തുന്നത്. അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ ബാറിനകത്ത് ഒരു ബാർമാൻ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ കണ്ട സന്തോഷത്തിൽ അവൻ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. ഇയാളുടെ പേര് ആർതർ എന്നാണ്. പുള്ളിയാണെങ്കിൽ അവിടെ ഒരു ഗ്ലാസ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആർതറിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. ആർതർ മനുഷ്യനല്ല, അതൊരു റോബോട്ടാണ്. അങ്ങനെ ഉടനെ തന്നെ ആർതർ അവനൊരു വിസ്കി എടുത്തു കൊടുക്കുകയാണ്. ഈ സമയം അവൻ അവന്റെ പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് അവൻ കിടന്നിരുന്ന ഹൈബർനേഷൻ പോഡ് കേടായിപ്പോയി. അതിനെ എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ആർതർ പറയുന്നത് അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല, ഹൈബർനേഷൻ പോഡുകൾ ഒരിക്കലും കേടാവത്തില്ല എന്നാണ്. ഇനിയിപ്പോ കൂടുതലൊന്നും അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നവന് മനസ്സിലായി. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ ക്യാബിനിൽ ചെന്ന് കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവൻ നേരെ പോകുന്നത് അവിടുത്തെ മെസ് ഹോളിലേക്കാണ്. അവർക്ക് കഴിക്കേണ്ട ഫുഡൊക്കെ കമ്പ്യൂട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ ചെന്നിട്ട് വേണ്ട സാധനങ്ങളുടെ ബട്ടണിൽ ഞെക്കിയാൽ മതി. പക്ഷെ ഇവനൊരു സാധാരണ യാത്രക്കാരനാണ്. അവിടെ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഗോൾഡ് ക്ലാസ് കസ്റ്റമേഴ്സിനുള്ളതാണ്. അവൻ അതൊന്നും കിട്ടത്തില്ല. അവൻ ആകെ കിട്ടുന്നത് വളരെ ലോക്കലായിട്ടുള്ള ഭക്ഷണമാണ്. അങ്ങനെ അവൻ സാധാരണ ഒരു കോഫി എടുത്തിട്ട് അത് കുടിക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് അവൻ പോകുന്നത് അവിടെയുള്ള എഞ്ചിനീയറിംഗ് റൂമിലേക്കാണ്. ആ സ്പേസ്ഷിപ്പിനകത്തെ സാധനങ്ങളൊക്കെ കേടായി കഴിഞ്ഞാൽ അത് ശരിയാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ ഹൈബർനേഷൻ പോഡ് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു യൂസർ മാനുവലും അവൻ കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ ആ പുസ്തകമൊക്കെ വായിച്ചിട്ട് ആ പോഡിൽ ഇങ്ങനെ പണിയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അത് ഓണായി വരികയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അതിനകത്തേക്ക് കയറി കിടക്കുകയാണ്. പക്ഷെ അത് ഓണായിന്നേ ഉള്ളൂ, അത് ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങാനും സാധിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് അവൻ ശ്രമിക്കുന്നത് അവിടുത്തെ സ്റ്റാഫിന്റെ റൂം കയറാനാണ്. എന്നാൽ അതിനകത്തേക്ക് കയറണമെങ്കിലും പ്രത്യേക അനുമതി ആവശ്യമാണ്. അവൻ ചില ഉടായ്പൊക്കെ വഴി അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പറ്റാത്തതുകൊണ്ട് ചുറ്റിക വെച്ചിട്ട് അവൻ ആ ഡോറൊക്കെ തല്ലി പൊളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എന്തൊക്കെ കാണിച്ചിട്ടും അത് തുറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ ദിവസമായിട്ട് ഈ പണി തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവനക്കാരുടെ ബ്രിഡ്ജിന്റെ മുന്നിലായിട്ട് ഒരുപാട് ടൂൾസ് ഒക്കെ ഇങ്ങനെ ചിതറി കിടക്കുകയാണ്. അതിനിടയിൽ ആ സ്പേസ്ഷിപ്പിനാണെങ്കിൽ വേറെയും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിലൊരു ലിഫ്റ്റ് കേടായിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം ജിമ്മിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവൻ നേരെ പോകുന്നത് ആർതറിന്റെ അടുത്തേക്കാണ്.
ഇപ്പൊ ജിമ്മിനെ സംബന്ധിച്ചിട്ട് അവനൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആർദ്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് അവന്റെ വിഷമങ്ങളൊക്കെ ആർദറിന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഞാൻ ശരിക്കും പെട്ടു ആർദർ, ഇനി എന്റെ ജീവിതകാലം മൊത്തം ഈ സ്പേസ്ഷിപ്പിൽ ഞാൻ ജീവിച്ചു തീർക്കേണ്ടി വരും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ അങ്ങനെ വിഷമിക്കാതെ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, എന്തെങ്കിലുമൊക്കെ ഒരു വഴി നിനക്ക് തെളിഞ്ഞു വരും എന്നൊക്കെയാണ് ആർദർ പറയുന്നത്. അങ്ങനെ കുറെയൊക്കെ ആർദറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അവന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഒറ്റയ്ക്കാണെങ്കിലും ആ സ്പേസ്ഷിപ്പിലെ ജീവിതം അങ്ങോട്ട് അടിച്ചു പൊളിക്കാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ ആദ്യം ഒരു കമ്പിപ്പാര എടുത്തിട്ട് ഒരു സ്യൂട്ട് റൂമിന്റെ വാതിലൊക്കെ തുറന്നിട്ട് അതിനകത്തേക്കാണ് പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ആ സ്യൂട്ട് റൂമിലാണ് അവൻ താമസിക്കുന്നത്. അടുത്തതായിട്ട് അവൻ പോകുന്നത് ഗെയിംസ് ഒക്കെ ഉള്ള റൂമിലേക്കാണ്. എന്നിട്ട് അവന്റെ പൂതി തീരുന്നത് വരെ അവിടെ ഇരുന്ന് ഓരോരോ ഗെയിമുകളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ താടിയും മുടിയൊക്കെ വളർന്നിട്ട് ഇപ്പോൾ വല്ലാത്തൊരു കോലത്തിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ അടിച്ച് ഫിറ്റായിട്ട് നേരെ പോകുന്നത് അവിടെ പാസഞ്ചേഴ്സ് ഒക്കെ ഹൈബർനേഷൻ പോഡിൽ കിടക്കുന്ന റൂമിലേക്കാണ്. അവരെല്ലാം സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അവൻ ദേഷ്യം സഹിക്കാതെ അവന്റെ കയ്യിലുള്ള കുപ്പി എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നാൽ ആ കുപ്പി പൊട്ടുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവൻ അടുത്തതായിട്ട് പോകുന്നത് വേറൊരു റൂമിലേക്കാണ്. അവിടെ കുറച്ച് സ്പേസ് സ്യൂട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ധരിച്ചിട്ട് അവൻ ആ സ്പേസ് ഷിപ്പിനെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. എന്നിട്ട് സ്പേസിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും പറ്റും. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് അവൻ ഉടൻ തന്നെ ഒരു സ്പേസ് സ്യൂട്ട് ധരിക്കുകയാണ്. എന്നിട്ട് വേഗം ചെന്നിട്ട് അവൻ അതിന്റെ എയർലോക്ക് തുറക്കുന്നു. അങ്ങനെ പതുക്കെ അവൻ ആ സ്പേസ് ഷിപ്പിനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. കുറെ നേരം ആ സ്പേസിലെ കാഴ്ചകൾ നോക്കി അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി വേണമെങ്കിൽ അവന് സ്പേസ് വാക്ക് നടത്താൻ സാധിക്കും. അവന്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു റോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ചാടിയാലും തിരിച്ചു കയറാൻ പറ്റും. അങ്ങനെ ഉടനെ തന്നെ അവൻ സ്പേസിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നിട്ട് കുറേ സമയം അതിലൂടെ അങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവൻ തിരിച്ച സ്പേസ് ഷിപ്പിലേക്ക് തന്നെ എത്തി. ഈ സമയത്താണ് അവന് മറ്റൊരു ചിന്ത ഉദിക്കുന്നത്. ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അവന് ശരിക്കും അങ്ങോട്ട് മടുത്തു. എന്തായാലും അവൻ ജീവിതാവസാനം വരെ ഈ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആ കാര്യമാണ് അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്താലോ എന്നാണ് അവനിപ്പോൾ ആലോചിക്കുന്നത്. അതായത് സ്യൂട്ടൊന്നുമില്ലാതെ നേരെ പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന്. അതിനുവേണ്ടി അവൻ ആ എയർലോക്ക് തുറക്കാൻ വേണ്ടി അതിന്റെ ലിവറിൽ കൈവയ്ക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ അവന്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. പെട്ടെന്നുണ്ടായ അവന്റെ ആ തീരുമാനം വളരെ തെറ്റായിരുന്നു എന്ന് അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ നേരെ ഓടി ചെല്ലുന്നത് ആ ഹൈബർനേഷൻ പോഡുകളുള്ള റൂമിലേക്കാണ്. നേരത്തെ അവനൊരു കുപ്പി വലിച്ചെറിഞ്ഞായിരുന്നല്ലോ, അതിൽ ചവിട്ടി അവൻ താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് അവന്റെ തൊട്ടടുത്തുള്ള ഒരു പോഡ് അവൻ ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കിടക്കുന്നത്. അവൻ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ നോക്കാൻ തുടങ്ങി. അവളുടെ പേര് അറോറ എന്നാണ്. ഇവളൊരു എഴുത്തുകാരിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് ശരിക്കും അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിൽ അവളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ അവൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അതിൽ അവൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എഴുത്തുകാരിയാണ്. നമ്മൾ പരസ്പരം കഥകളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ ഉണ്ടാവത്തേയില്ല. എന്റെ അച്ഛനും എന്നെ പോലെ ഒരു എഴുത്തുകാരനായിരുന്നു. പുള്ളിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളി എപ്പോഴും എന്നോടൊരു കാര്യം പറയായിരുന്നു, നീ ഒരു സാധാരണ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് എഴുതാൻ വെറും സാധാരണ കഥകളെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നീ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും നിനക്ക് എഴുതാൻ സാധിക്കും. പുള്ളി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തത്. അവളുടെ ആഗ്രഹം ആ ഗ്രഹത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് വന്നിട്ടൊരു പുസ്തകം എഴുതണം എന്നാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അവൾ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. അവളുടെ ആ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ജിമ്മിന് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയവും ഇപ്പോൾ അവള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കാനാണ് അവന്റെ പണി. പതിയെ പതിയെ അവൻ അവളോടൊരു പ്രണയം തോന്നുകയാണ്. അങ്ങനെ അവൻ നേരെ പോകുന്നത് ആർദറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ആർദറിന്റെ അടുത്ത് ഈ അറോറയെ കുറിച്ച് പറയാൻ തുടങ്ങി. അവൻ അവളോട് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ചിട്ടും അവൻ ആർദറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവൻ തിരിച്ചു പോവാണ്. അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം അവൻ വീണ്ടും അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് കേൾക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഹൈബർനേഷൻ പോഡിന്റെ യൂസർ മാനുവൽ അവിടെ ഇരിക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നത്. അവന്റെ മനസ്സിലിപ്പോ ഒരു ചിന്ത കയറി കൂടിയിട്ടുണ്ട്. എന്തായാലും അവന് ജീവിതകാലം മുഴുവൻ ആ സ്പേസ് ഷിപ്പിൽ ജീവിക്കേണ്ടി വരും. അപ്പൊ പിന്നെ അവനൊരു കൂട്ടായിട്ട് അറോറയെ എഴുന്നേൽപ്പിച്ചാലോ എന്നൊരു ദുഷ്ടചിന്തയാണ് അവന്റെ മനസ്സിലിപ്പോ കയറി കൂടിയിരിക്കുന്നത്. അങ്ങനെ അവൻ വീണ്ടും ആർദറിനെ കാണാൻ പോവാണ്. അതിനുശേഷം അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കാൻ തുടങ്ങി. നീ ഒരു ദ്വീപിൽ പെട്ടുപോയെന്ന് വിചാരിക്കുക. നീ ആഗ്രഹിക്കുന്ന ആളെ നിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നീ വിചാരിക്കുക. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് നീ ഒരിക്കലും ഒറ്റയ്ക്കാവത്തില്ല. പക്ഷെ നീ ആ വ്യക്തി ആ ദ്വീപിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അയാളെയും അവിടെ പെടുത്തുന്നതിന് തുല്യമായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നീ എന്താണ് ചെയ്യുക? അയാൾ ആ ദ്വീപിലേക്ക് കൊണ്ടുവരാൻ നീ ശ്രമിക്കുമോ എന്നൊരു ചോദ്യമാണ് അവൻ ആർദറിന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ അവനൊരു പൊട്ടൻ കമ്പ്യൂട്ടർ അല്ലേ, ഫീലിംഗ്സ് ഒന്നും അവനില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അതിന് മറുപടി പറയുന്നത്, ഞാൻ ഇതുവരെ ഒരു ദ്വീപിൽ പെട്ടുപോയിട്ടില്ല എന്നാണ്. ഓക്കെ, എന്നാൽ ദീപ് വീട്, നിന്റെ ജീവിതം ഇപ്പോഴുള്ളതിനേക്കാളും കുറേയേറെ മികച്ചതാക്കാനുള്ള ഒരു വഴി നീ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. പക്ഷെ അത് തെറ്റാണെന്നും ഒരിക്കലും അതിനുവേണ്ടി ഒരു പ്രായശ്ചിത്തം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നും നിനക്കറിയാം. നീ എന്തായിരിക്കും തീരുമാനിക്കുക?
അത് കേൾക്കുമ്പോൾ എന്റെ പൊന്ന് ജിം, ഞാനൊരു റോബോട്ടാണ്. നീ ചോദിക്കുന്നത് മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇത് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഈ സമയത്താണ് അവൻ യഥാർത്ഥ കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞ അറോറ എന്ന പെൺകുട്ടിയില്ലേ, അവൾ ഉണർത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യുന്നതിൽ നിനക്ക് എന്താണ് അഭിപ്രായം? അവൻ വീണ്ടും ചോദിക്കുന്നു. അത് നല്ലൊരു ഐഡിയ ആണ്, നിനക്കപ്പോൾ ഒരു കൂട്ടുമാവല്ലോ എന്നാണ് ആർദർ അതിന് മറുപടി പറയുന്നത്. പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അവളും ഇതിനകത്ത് പെട്ടുപോകത്തില്ലേ? ജിം വീണ്ടും ചോദിക്കുന്നു. എന്നാ പിന്നെ അത് ചെയ്യാതിരുന്നാൽ മതി, ആർദർ മറുപടി പറയുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജീവിതകാലം മൊത്തം ഒറ്റയ്ക്ക് ഇരിക്കണോ? ജിം വീണ്ടും ചോദിക്കുന്നു. നിങ്ങളൊന്നും ചെയ്യണ്ട, നിനക്കിവിടെ കമ്പനിക്ക് ഞാനില്ലേ എന്നാണ് ആർദർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, എടോ താനൊരു കമ്പ്യൂട്ടറാണ്, തനിക്ക് വികാരങ്ങളൊന്നും ഉണ്ടാവത്തില്ല, നിന്നെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് ആർദർ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ തിരിച്ചു പോവാണ്. അവളെ എഴുന്നേൽപ്പിക്കുന്നത് തെറ്റാണ് എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം. എങ്കിലും അവളെ എഴുന്നേൽപ്പിച്ചാലോ എന്ന ആഗ്രഹം അവനിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ അവൻ കുറെയൊക്കെ കടിച്ചു പിടിച്ചു നോക്കി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവളെ എഴുന്നേൽപ്പിച്ചേ മതിയാവൂ എന്ന് അവൻ അങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് നേരെ അവളുടെ ഹൈബർനേഷൻ ബോർഡിന്റെ അടുത്തേക്ക് പോവാണ്. അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട്. അവൻ ആ പ്രൊസീജിയറൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഹൈബർനേഷൻ ബോർഡ് ഓപ്പൺ ആയിട്ട് അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും അവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വളരെ ടെൻഷനോടെയാണ് അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നത്. ഈ സമയം അവളാണെങ്കിൽ ആരെയും കാണാത്തോണ്ട് ആ ഹാളിൽ ഇങ്ങനെ കറങ്ങി നടക്കാണ്. അവനെ കാണുമ്പോഴാണ് അവൾക്കൊന്ന് സമാധാനമാവുന്നത്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടാണ്. നിന്നെപ്പോലെ തന്നെ ഹൈബർനേഷൻ ബോർഡ് കംപ്ലൈന്റ് ആയിട്ടാണ് ഞാനും എഴുന്നേറ്റത് എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവൻ പറഞ്ഞതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ആ ഒബ്സർവേറ്ററിയിലേക്കാണ്. ഈ സമയം അവിടുത്തെ കമ്പ്യൂട്ടർ ആണെങ്കിൽ അവൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ജിമ്മ് പോണർന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനി 89 വർഷം കൂടെ യാത്ര ചെയ്താലേ ആ ഗ്രഹത്തിലേക്ക് എത്തത്തുള്ളൂ എന്നൊക്കെയാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അതൊക്കെ കേട്ട് അവളാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ അനുഭവിച്ച മുഴുവൻ കാര്യങ്ങളും അവൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി തിരിച്ച് ഹൈബർനേഷൻ ബോർഡിലേക്ക് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ആ ബോർഡിന്റെ അടുത്തേക്കാണ് ഓടി ചെല്ലുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നന്നാക്കാൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നീ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമുക്കത് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് അവൻ തറപ്പിച്ച് പറയാണ്. അങ്ങനെ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം അവൻ അവളെ അവിടെയുള്ള സ്ഥലങ്ങൾ മൊത്തം കാണിക്കാൻ തുടങ്ങി. ഈ സമയം അവൾക്കാണെങ്കിൽ ആ ഹൈബർനേഷന്റെ ഹാങ് ഓവർ ശരിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അവൾ പോയി കഴിഞ്ഞ ഉടനെ ജിം നേരെ പോകുന്നത് ആർദറിന്റെ അടുത്തേക്കാണ്. അവന് വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. ഈ സമയം അവൻ ആർദറിന്റെ അടുത്തൊരു കാര്യം പറയാണ്. ഒരു കാരണവശാലും ഞാനാണ് അവളെ ഉണർത്തിയത് എന്ന കാര്യം അറോറ ഒരിക്കലും അറിയരുത്, അതൊരു രഹസ്യമായിട്ട് തന്നെ നീ സൂക്ഷിക്കണം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ, ഞാനൊരു ബാർടെൻഡർ മാത്രമല്ല, ഞാനൊരു ജെന്റിൽമാൻ കൂടെയാണ്, അതുകൊണ്ട് ഈ രഹസ്യം ഞാൻ ആരോടും പറയത്തില്ല എന്നാണ് ആർദർ പറയുന്നത്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം അവൾ നേരെ പോകുന്നത് ആ ഹാളിലെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് സംസാരിക്കാനാണ്. ഹൈബർനേഷനിലേക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ബോർഡിനെങ്ങാനും തകരാറ് സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേ കേൾക്കുമ്പോൾ, ആയിരക്കണക്കിന് ഇന്റർസ്റ്റെല്ലർ യാത്രകൾ നടത്തിയിട്ടും ഇന്നേ വരെ ഒരു ഹൈബർനേഷൻ ബോർഡിനും ഒരു തകരാറ് പോലും സംഭവിച്ചിട്ടില്ല എന്നാണ് ആ കമ്പ്യൂട്ടർ പറയുന്നത്. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിം അവളുടെ അടുത്തേക്ക് വരുന്നത്. നീ എഴുന്നേറ്റല്ലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി ആ മെസ് ഹോളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ജിം അവന്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അറോറയാണെങ്കിൽ അവളുടെ ഭക്ഷണം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അവൾ ആ ഭക്ഷണം എടുക്കുമ്പോഴാണ് അവൾ ഗോൾഡ് ക്ലാസ് മെമ്പറാണ് എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. അങ്ങനെ ഭക്ഷണം എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ജിം കഴിക്കുന്ന ഫുഡ് അവൾ ശ്രദ്ധിക്കുന്നത്. ഓ, നീ വളരെ ലളിതമായ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, അതുകൊണ്ടല്ല, ഞാനൊരു സാധാരണ ക്ലാസ് മെമ്പറാണ്, എനിക്ക് നിങ്ങളെപ്പോലുള്ള ഗോൾഡ് ക്ലാസ് മെമ്പേഴ്സിന്റെ ഫുഡൊന്നും കിട്ടത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 1 വർഷമായിട്ടും ഇതുപോലത്തെ ഫുഡാണോ നീ കഴിച്ചത്? എങ്കിൽ വേഗം പറ, നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ചെന്നിട്ട് അവൾ എടുത്തതുപോലത്തെ ഫുഡ് അവനും എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവൾ നേരെ പോകുന്നത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ്. എങ്ങനെ തിരിച്ച് ഹൈബർനേഷനിലേക്ക് തന്നെ പോകാൻ പറ്റും എന്നതിനെ കുറിച്ച് ചെക്ക് ചെയ്യാനാണ് അവൾ ഇപ്പം അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അവിടെ വലിയൊരു ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഓട്ടോഡോക്ക് എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ ഒരാളെ ആ ബോർഡിന്റെ അകത്തേക്ക് കിടത്തി കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്തിട്ട് അയാൾക്ക് എന്ത് പ്രശ്നമാണുള്ളതെന്നും അയാളുടെ ജീവൻ നിലനിർത്താൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നും അതിലെ കമ്പ്യൂട്ടർ പറഞ്ഞു തരും. അതിനുള്ള സെറ്റപ്പാണ് ഈ ഓട്ടോഡോക്ക് എന്ന് പറയുന്നത്. അവളിപ്പോ അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നും അവൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അവൾ അവിടുത്തെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ ഹൈബർനേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കിട്ടും എന്നാണ് അവൾ ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈബർനേഷൻ ടെക്നോളജിയുടെ സാങ്കേതിക വിവരങ്ങൾ അതിന്റെ നിർമ്മാതാക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ്. അങ്ങനെ അടുത്തതായിട്ട് അവൾ ശ്രമിക്കുന്നത് അതിലെ ക്രൂ മെമ്പേഴ്സിന്റെ ആ ഡോറ് തല്ലി പൊളിക്കാനാണ്, നേരത്തെ ജിം ശ്രമിച്ചതുപോലെ. പക്ഷെ എത്ര ചുറ്റിക വെച്ച് അടിച്ചിട്ടും അവൾക്കത് പൊളിക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ജിം ആണെന്നുണ്ടെങ്കിൽ ആ ഹാളിൽ ഇങ്ങനെ കറങ്ങി നടക്കാണ്. അവൻ നോക്കുമ്പോൾ താഴെ കൂടെ പോകുന്ന റോബോട്ട് കേടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ കേടാവുന്നത് എന്ന കാര്യം മാത്രം അവന് മനസ്സിലാവുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അറോറയാണെങ്കിൽ അവളുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ടുണ്ട്. അവളിപ്പോൾ അവൾക്ക് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവളുടെ ജേണലായിട്ട് എഴുതുകയാണ്. ഞാൻ ആവലോണിൽ കയറിയത് വ്യക്തമായ ഒരു ഐഡിയയോടെയും ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു.
അവ രണ്ടും ഇനി എനിക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റിട്ടിപ്പോ 7 ദിവസം കഴിഞ്ഞു. ഞാൻ ഒരുപാട് നേരത്തെയാണ് എഴുന്നേറ്റത്. ഞാൻ എന്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ടത് 1000 മീറ്റർ നീളമുള്ള ഈ ഒരു ഇരുമ്പ് ലോകത്തിലാണ്. മറ്റൊരു യാത്രക്കാരൻ കൂടെ എന്റെ കൂടെ ഉണർന്നിട്ടുണ്ട്. ജിം എന്നാണ് അവന്റെ പേര്. ഒരു മെക്കാനിക്കാണ് അവൻ. അദ്ദേഹം ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥ എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു. ശാന്തമായിട്ടിരിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ യാത്രക്കാരും ഇനി ഒരു 89 വർഷത്തേക്ക് ഉറക്കത്തിലായിരിക്കും. ഞാനാണെങ്കിലോ എന്റെ ജീവിതം ഈ സ്പേസ്ഷിപ്പിൽ ജീവിച്ചു തീർക്കുന്നിടത്തോളം കാലം യാത്രയിലായിരിക്കും. അനന്തമായ ഒരു യാത്രയിൽ അപരിചിതനായ ഒരാൾ മാത്രമാണ് എന്റെ ആകെയുള്ളൊരു കൂട്ട്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആ ജേണലിൽ എഴുതുന്നത്. അങ്ങനെ ആ ജേണൽ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് അവൾ നേരെ ജിമ്മിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അവളുടെ എഴുത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. നീ എന്തിനാണ് ഈ യാത്ര തിരഞ്ഞെടുത്തത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് പുതിയൊരു ലോകം വേണമെന്ന് തോന്നി. എന്റെ ജീവിതം പുതിയതായിട്ട് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര ഞാൻ തെരഞ്ഞെടുത്തത് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് ഈ ഹോംസ്റ്റെഡ് കമ്പനിയുടെ ഒരു പരസ്യവാചകമല്ലേ? ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യാത്ര തിരഞ്ഞെടുത്തത്? അതിനെക്കുറിച്ച് പറ. അവൾ വീണ്ടും പറയുന്നു. അത് കേൾക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമിയിൽ എന്തെങ്കിലും തകർന്നു കഴിഞ്ഞാൽ നമ്മൾ അത് റിപ്പയർ ചെയ്യാറില്ല. പുതിയതൊന്ന് വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന കോളനികളിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അതെനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. ഇത് നിർമ്മാണത്തിലിരിക്കുന്ന പുതിയൊരു ലോകമാണ്. അവിടെ ഒരു വീട് വെച്ച് എനിക്കതിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഹോംസ്റ്റെഡ് കമ്പനി ആദ്യ ഗ്രഹങ്ങളിൽ നിന്നുണ്ടാക്കിയ ലാഭം എത്രയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് $8 ക്വാഡ്രില്യൺ വരും. എന്ന് വെച്ചാൽ 8 മില്യൺ ബില്യണുകൾ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് കോളനി ഗ്രഹങ്ങളാണ്. നീ ഈ യാത്രയ്ക്ക് വേണ്ട ടിക്കറ്റ് കാശ് മൊത്തം കൊടുത്തായിരുന്നോ? അവൾ ചോദിക്കുന്നു. ഇല്ല, എനിക്ക് കമ്പനിയുമായിട്ട് ഒരു ഡീലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ യാത്രയ്ക്ക് വന്നത് എന്നാണ് അവൻ പറയുന്നത്. ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ കമ്പനി നിനക്ക് ടിക്കറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നു. എന്നിട്ട് അവരുടെ ഗ്രഹത്തിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ നിന്നെ അവർ കൊണ്ടുപോവാണ്. പക്ഷെ നിനക്കറിയോ, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവിടെ സമ്പാദിക്കാൻ പോകുന്ന എല്ലാത്തിന്റെയും 20% കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഈ സ്റ്റാർഷിപ്പിലെ ചെലവുകൾ കൂടാതെയുള്ള കണക്കാണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കാണുന്നത് ഞാനടക്കം അവിടുത്തെ ജീവിത രീതികൾ മാറ്റാൻ പോകുന്ന 5000 പേരെയാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഈ സമയത്താണ് അവൾ അവളുടെ ആഗ്രഹങ്ങൾ അവന്റെ അടുത്ത് പറയുന്നത്. അവളുടെ ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രഹത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ജീവിതങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് എത്തി അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കാര്യം ഇനി എന്തായാലും നടക്കാൻ പോകുന്നില്ല. കാരണം അവളുടെയും അവന്റെയും ജീവിതം ആ സ്പേസ്ഷിപ്പിൽ അവസാനിക്കും. എങ്കിലും എന്തൊക്കെയോ ഒരു പ്രതീക്ഷയോടെ അവൾ ആ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ജിം അവളെയും കൊണ്ട് പോകുന്നത് ആ ഗെയിമിംഗ് റൂമിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ വിഷമങ്ങളൊക്കെ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർ നല്ല രീതിയിൽ കൂട്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ അവളെ ഡേറ്റിങ്ങിന് ക്ഷണിക്കുകയാണ്. അവളാണെങ്കിൽ സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ നേരെ പോകുന്നത് ആർദറിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം അവൻ അവളെ കൊണ്ടുപോകുന്നത് ആ സ്യൂട്ടുകളുടെ റൂമിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് ഒരു സ്യൂട്ട് ഇടിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അവർ ആ സ്പേസ്ഷിപ്പിന് പുറത്തേക്ക് ഇറങ്ങുന്നു. വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ച കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ചാടുകയാണ്. എന്നിട്ട് കുറെ നേരം അവർ രണ്ടുപേരും അതിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങി. ഒരിക്കലും ജീവിതത്തിൽ കാണും എന്ന് പ്രതീക്ഷിച്ചൊരു കാഴ്ചയായിരുന്നില്ല അവക്കത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ആ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. അങ്ങനെ ആദ്യത്തെ ഡേറ്റിംഗിൽ തന്നെ അവർ പരസ്പരം പ്രണയത്തിലായി. ആ പ്രണയം അവരിങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവനൊരു കാര്യം ചെയ്യുന്നത്. അതായത് ആ സ്പേസ്ഷിപ്പിനകത്ത് അവനൊരു റോസാപ്പൂ വിരിയിച്ചിട്ടുണ്ട്. അതിലുണ്ടായ പൂക്കളൊക്കെ അവൻ ആദ്യം അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ സമയത്താണ് അവർക്കൊരു മെസ്സേജ് വരുന്നത്. അതായത് ആ സ്പേസ്ഷിപ്പ് ഇപ്പോ ആർക്ട്രസ് എന്ന നക്ഷത്രത്തിന്റെ അടുത്തൂടെ കടന്നു പോവാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഒബ്സർവേറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാഴ്ച ആസ്വദിക്കാൻ പറ്റും എന്നാണ് ആ കമ്പ്യൂട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ ആ ഒബ്സർവേറ്ററിയിലേക്ക് പോവാണ്. ആ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുന്നതായിരുന്നു. ആ സ്പേസ്ഷിപ്പ് ഇപ്പോ ആ നക്ഷത്രത്തിന്റെ തൊട്ടടുത്തുകൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ച അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം അവളുടെ ബർത്ത്ഡേ ആണ്. ഈ പ്രപഞ്ചം നിനക്കായിട്ട് ഒരുക്കി വെച്ചൊരു ഗിഫ്റ്റ് ആണിത് എന്നാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ ബർത്ത്ഡേ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി അവർ നേരെ ബാറിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് ആർദർ ജിമ്മിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. ഇവളുടെ പ്രായം എത്രയെന്ന് നിനക്ക് അറിയാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതെന്താണ് അവനോട് ഇത്ര ചോദിക്കാൻ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഓ, അങ്ങനെയാണോ? ആർദർ അവന്റെ അടുത്ത് ചോദിക്കുന്നു. അതേ മോനെ, ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യങ്ങളില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവാണ്.
അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു റിങ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്യാനാണ് അവൻ അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഈ സമയത്താണ് ആർതർ അവളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. ഒരു വർഷം മുമ്പുള്ള ഇതേ ദിവസത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ ദിവസം ജിം നിന്നെ കണ്ടുമുട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ ഉണർത്തണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മാസങ്ങളാണ് അവൻ ചെലവഴിച്ചത്. നിന്നെക്കുറിച്ച് എന്റെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ അവന് കഴിയുന്നേ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ജിമ്മാണ് എന്നെ ഉണർത്തിയത്? അവൾ ചോദിക്കുന്നു. അതെ അറോറ, ജിമ്മാണ് നിന്നെ ഉണർത്തിയത്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു തീരുമാനമായിരുന്നു ഇത് എന്നാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്നാണ് ആർതർ പറയുന്നത്. ഈ കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കാമെന്നായിരുന്നു ആർതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു മുമ്പേ ആണല്ലോ അവള് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഈ കാര്യം അവൾക്ക് അറിയാം എന്ന് കരുതിയിട്ടാണ് ആർതർ ഇപ്പൊ അത് റിവീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറെ സമയം അവൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്താണ് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ജിം അങ്ങോട്ട് വരുന്നത്. ഒറ്റ ചോദ്യമാണ് അവൾ ചോദിക്കുന്നത്, നീയാണ് എന്നെ ഉണർത്തിയത്? വളരെ സങ്കടത്തോടെയാണ് അവൾ ചോദിക്കുന്നത്. അപ്പൊ ആർതർ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്നവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സത്യം പറയാന്നല്ലാതെ അവന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അവനാണ് ഉണർത്തിയത് എന്ന അവന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അവളുടെ ദേഷ്യം ഇങ്ങനെ കൂടാൻ തുടങ്ങി. കാരണം അവളുടെ ജീവിതമാണ് അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ അവനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് അങ്ങോട്ട് അവൻ കുറെ തവണ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവനെ ഒന്ന് അടുപ്പിക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി അവൻ കിടന്നുറങ്ങുമ്പോഴാണ് അവൾ അവന്റെ റൂമിലേക്ക് വരുന്നത്. അതിനുശേഷം അവൾ ശരിക്കും അവനെ ഇടിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ ആ ഇടിയൊക്കെ കൊണ്ടുകൊണ്ട് തന്നെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം അവളാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ആ സ്പേസ്ഷിപ്പിനകത്ത് ഒരു അടിപൊളി പൂളുണ്ട്. അവൾക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടി ആ പൂളിൽ ഇറങ്ങി കുളിക്കുന്നത് അവളുടെ ഒരു പതിവാണ്. ഇന്നത്തെ ദിവസവും അവൾ ആ പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജിം ആണെങ്കിൽ അവന്റെ റൂമിലിരുന്ന് എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഷിപ്പിന് വീണ്ടും ഒരു മാൽഫങ്ഷൻ സംഭവിക്കുന്നത്. പക്ഷെ അതെന്താണ് എന്ന കാര്യം അവന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സ്പേസ്ഷിപ്പിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്ക്രീൻ മൊത്തത്തിൽ അങ്ങോട്ട് ഓഫായി പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. അറോറ ഇപ്പോ ആ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ച അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ ഒരു മരം വളർന്നു നിൽക്കുന്നുണ്ട്. അത് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ജിം വളർത്തിയെടുത്തതാണ്. അങ്ങനെ അവൾ ആ മരത്തിന്റെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോഴാണ് വേറൊരാൾ കൂടെ അങ്ങോട്ട് വരുന്നത്. ഇതാ ഷിപ്പിലെ ചീഫാണ്. ഇയാളുടെ പേര് ഗസ് എന്നാണ്. ആരാണ് ഇവിടെ മരം വളർത്തിയത് എന്നും ചോദിച്ചുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് വരുന്നത്. മൂന്നാമതൊരാളും കൂടെ അങ്ങോട്ട് വന്നത് കണ്ട് അവർക്ക് രണ്ടുപേർക്ക് ശരിക്കും അത്ഭുതമായി. അങ്ങനെ അവർ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. അയാളുടെയും ഹൈബർനേഷൻ ബോർഡ് കേടായിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്. അങ്ങനെ ഗസ് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. പക്ഷെ അവിടെയൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഹൈബർനേഷൻ ബോർഡുകൾ കേടായത് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഷിപ്പിന്റെ മുഴുവൻ വിവരങ്ങളും അയാൾ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നേരത്തെ ആ ഇൻഫർമേഷൻ കാണിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഓഫ് ആയി പോയല്ലോ. ഇപ്പോൾ അയാൾ അത് ഓണാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോ ഷിപ്പിന്റെ ഓരോ മൂലയിലും ചെന്നിട്ട് മാനുവലായിട്ട് തന്നെ അതെന്താണെന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് അവരിപ്പോ മൂന്നുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജിമ്മിനെയും അറോറയെയും അവിടുത്തെ പുറത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ നേരെ പോകുന്നത് ആ ഹൈബർനേഷൻ ബോർഡിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കാനാണ്. അങ്ങനെ അയാൾ അവിടേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിം അയാളുടെ അടുത്തേക്ക് വരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അയാൾ ആ പോഡുകൾ മൂന്നും ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും അറോറയുടെ പോഡ് കേടാവാൻ കാരണം ജിമ്മാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ജിമ്മാണെങ്കിൽ ആ കാര്യം അയാളുടെ അടുത്ത് തുറന്നു പറയുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ വീണ്ടും പോകുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. ഈ സമയത്താണ് അറോറ അയാളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ ജിം അവിടെ ഇല്ല. അവൾ അയാളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഹൈബർനേഷൻ പോഡൊക്കെ ചെക്ക് ചെയ്തല്ലോ, അതിൽ നിന്നും ജിമ്മാണ് എന്റെ പോഡ് കേടാക്കിയത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. എനിക്കറിയാം അവൻ നിന്റെ ജീവിതമാണ് തകർത്തതെന്ന്. പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കയ്യിൽ കിട്ടുന്നത് എന്തും തന്റെ ഒപ്പം താഴേക്ക് വലിക്കും. അത് ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷെ അവനെ സംബന്ധിച്ചിട്ട് അവൻ മുങ്ങി താഴുകയായിരുന്നു. ഇത് തന്നെയായിരുന്നു ജിമ്മിന്റെയും പ്രശ്നം എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് ജിം അങ്ങോട്ട് വരുന്നത്. അതോടുകൂടെ അവർ ആ സംസാരം നിർത്തുകയും ചെയ്യുന്നു. ഈ സമയത്താണ് അയാൾ വല്ലാണ്ട് ചുമയ്ക്കുന്നത്. അയാൾക്ക് തീരെ വയ്യ എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ അയാളെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ അയാൾ റൂമിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അയാൾ ചോര തുപ്പുന്നത്. ഇതൊക്കെ ആ ഹൈബർനേഷന്റെ പ്രശ്നമാണ്. മറ്റ് രണ്ട് പോഡുകൾക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇയാളുടെ പോഡിന് മാത്രം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാളുടെ ആരോഗ്യസ്ഥിതിയെ തന്നെ അത് ബാധിച്ചത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ഉറക്കമായി. എന്നാൽ അറോറയ്ക്ക് മാത്രം ഉറക്കം വരുന്നില്ല. അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ പൂളിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സ്പേസ് ഷിപ്പിന്റെ ഗ്രാവിറ്റി ഒക്കെ പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും ഉയരാൻ തുടങ്ങി. ഉറക്കത്തിൽ കിടക്കുന്ന ജിം ആണെങ്കിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഗസിന്റെ കാര്യമാണെങ്കിൽ അയാൾ അവിടെ ബെൽറ്റ് ഇട്ട് കിടക്കുന്നുണ്ട്. അയാളുടെ കൈ മാത്രമാണ് ഇങ്ങനെ പൊങ്ങുന്നത്. ഈ സമയം അറോറയുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം പൊങ്ങി അവളിപ്പോ അതിനകത്ത് വിട്ടിരിക്കുകയാണ്. ഒരു വാട്ടർ ബബിളിന്റെ അകത്താണ് അവളുള്ളത്. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ അതിൽ ഗ്രാവിറ്റി ഒക്കെ വന്നു. അതോടൊപ്പം തന്നെ ആ വെള്ളം മൊത്തം പൂളിലേക്ക് തന്നെ താഴാണ്.
അങ്ങനെ കഷ്ടിച്ചാണ് അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ അവർ വീണ്ടും ആ സ്പേസ്ഷിപ്പിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. പലയിടങ്ങളിലായിട്ട് പവർ സർജ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. അതും 2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതായത് ആദ്യം ജിമ്മിന്റെ ഹൈബർനേഷൻ പോഡ് കേടായല്ലോ, അന്ന് മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയത്. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിപ്പിന്റെ മേജർ ആയിട്ടുള്ള ഏതോ ഒരു സിസ്റ്റം ഫെയിലർ ആയിട്ടുണ്ട്. മറ്റുള്ള സിസ്റ്റങ്ങളാണെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ ലോഡ് വളരെ കൂടുതലായി. അതുകൊണ്ട് തന്നെ എന്താണോ ഇതിന് തുടക്കം കുറിച്ചത് അത് നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് ഉടനെ തന്നെ ഇത് ശരിയാക്കുകയും വേണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ നേരെ പോകുന്നത് ആ ഷിപ്പിനകത്തെ മെയിൻ എഞ്ചിനീയറിംഗ് റൂമിലേക്കാണ്. അത് വലിയൊരു ഏരിയ ആയിരുന്നു. അതിനകത്തേക്ക് ചെന്നിട്ട് എവിടെയാണ് ആ പ്രശ്നം നടന്നത് എന്ന് അവർ കണ്ടെത്തണം. ആ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ തളർന്ന് താഴേക്ക് വീഴുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അയാളെ പൊക്കിയെടുത്തിട്ട് ആ ഓട്ടോഡോക്കിന്റെ അകത്തേക്ക് കിടത്താണ്. അങ്ങനെ കമ്പ്യൂട്ടർ വേഗം തന്നെ അയാളുടെ ശരീരത്തിലെ പ്രശ്നങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ശരീരത്തിൽ 612 ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ്. ചുരുക്കി പറഞ്ഞ അയാളുടെ അവയവങ്ങളുടെ പ്രവർത്തനമൊക്കെ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക സമയം അയാൾക്ക് ആയുസില്ല. അങ്ങനെ വളരെ സങ്കടത്തോടെ അയാൾ തിരിച്ച് അയാളുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം അയാൾ അവരെ രണ്ടുപേരെ അയാളുടെ അടുത്തേക്ക് വിളിക്കുന്നു. അതിനുശേഷം അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്ത് സംഭവിച്ചാലും നിങ്ങൾ വളരെ സേഫ് ആയിട്ടിരിക്കണം. ഇതെന്റെ ഐഡിയ ആണ്. ഇതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ സ്പേസ്ഷിപ്പിന്റെ പ്രശ്നം കണ്ടെത്തിയത് സോൾവ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ ഷിപ്പും തകർന്നു പോകും എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും പറഞ്ഞതോടുകൂടെ അയാളാണെങ്കിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും സ്പേസ്ഷിപ്പ് ആണെങ്കിൽ വല്ലാണ്ട് കുലുങ്ങുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആർതർ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിനും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അവൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അക്രമാസക്തനായതുകൊണ്ട് തന്നെ ജിം വേഗം ചെന്നിട്ട് അവന്റെ ശരീരത്തിലുള്ള ആ ചിപ്പ് അങ്ങോട്ട് ഊരിമാറ്റാണ്. അതോടൊപ്പം തന്നെ അവൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്തതായിട്ട് അവർ രണ്ടുപേരും പോകുന്നത് ആ എഞ്ചിനീയറിംഗ് റൂമിലേക്കാണ്. എന്നിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ അവിടെ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ജിം ഉടനെ തന്നെ അവിടുത്തെ ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ വാതിൽ തുറന്നോടുകൂടെ അറോറയാണെങ്കിൽ തെറിച്ച് അതിനകത്തേക്ക് വീഴാണ്. ആ റൂമിനകത്തെ പ്രഷറിനൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ജിം അതൊക്കെ റെഡിയാക്കുന്നത്. അവർ നോക്കുമ്പോൾ ആ റൂമിലായിട്ട് ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. ജിം ഉടനെ തന്നെ ആ ഹോൾ അടയ്ക്കുകയാണ്. അങ്ങനെ വീണ്ടും അവരവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഹോളുകൾ ആ സ്പേസ്ഷിപ്പിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അത് ആസ്ട്രോയിഡ് ഇടിച്ചതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു മെയിൻ റൂമിലേക്കാണ്. അവിടെ ഒരു റിയാക്ടർ കോർ കാണുന്നുണ്ട്. അതിനകത്ത് ചില ഭാഗങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ സ്പേസ്ഷിപ്പിന്റെ പ്രശ്നം. പക്ഷെ അത് നന്നാക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ആ സ്പേസ്ഷിപ്പിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ജിം നേരെ പോകുന്നത് അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് അവർ ആ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് അവൻ അത് ആ റിയാക്ടർ കോറിൽ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു റിയാക്ടറിന്റെ പ്രശ്നം തീർന്നു. എന്നാലും സ്പേസ്ഷിപ്പിന്റെ മൊത്തം പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അവിടുത്തെ മെയിൻ റിയാക്ടർ ആണെങ്കിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം തീ പിടിച്ചിട്ടുണ്ട്. ആ ചൂട് മൊത്തം കളഞ്ഞിട്ട് അവിടെ തണുപ്പിക്കണം, എങ്കിൽ മാത്രമേ ആ ഷിപ്പിനെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ ഒരു ഡോർ ജാം ആയിരിക്കുകയാണ്. അത് മാനുവലായിട്ട് ഒരാൾ തുറന്നു പിടിക്കണം, എങ്കിൽ മാത്രമേ ആ തീ മൊത്തം വെളിയിലേക്ക് കളയാൻ പറ്റത്തുള്ളൂ. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷിപ്പിന് പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പേസ്ഷിപ്പിന്റെ പുറത്തേക്ക് പോയിക്കോളാം എന്നാണ് ജിം പറയുന്നത്. അങ്ങനെ അവൻ പുറത്തേക്ക് പോയിട്ട് ആ വാതിൽ തുറക്കുമ്പോൾ അറോറയാണെങ്കിൽ അകത്ത് നിന്നിട്ട് തന്നെ ആ ലിവർ പിടിച്ചു വലിക്കണം. ആ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് അവളുടെ കൈ കൊടുത്തിട്ട് അവൻ വേഗം ആ സ്പേസ് സ്യൂട്ട് വെച്ചിരിക്കുന്ന റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവൻ പോകാൻ തുടങ്ങുമ്പോഴാണ് അവൾ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഉറപ്പായിട്ട് എന്റെ അടുത്തേക്ക് തിരിച്ചു വരണം, നീ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് വളരെ സങ്കടത്തോടെ അവൾ പറയുന്നത്. അങ്ങനെ വേഗം തന്നെ അവൻ ആ സ്പേസ്ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൾ നേരെ പോകുന്നത് ആ ലിവറിന്റെ അടുത്തേക്കാണ്. പെട്ടെന്നാണ് അവിടെ നിന്നൊരു സാധനം തീർച്ച അവളുടെ കയ്യിൽ തുളഞ്ഞു കയറുന്നത്. ആ ശബ്ദം ജിമ്മും കേൾക്കുന്നുണ്ട്. അവൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ ജിം വേഗം തന്നെ സ്പേസ്ഷിപ്പിന് പുറത്തുള്ള ആ ഡോറിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനത് തുറക്കുകയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ആ ഡോർ തുറന്നു വെക്കാൻ സാധിക്കുന്നില്ല. ആ സിസ്റ്റം ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനത് തുറന്നു പിടിക്കേണ്ടി വരും. പക്ഷെ അവൾ ആ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തീയാണ് പുറത്തേക്ക് വരിക. അത് മൊത്തം അവൻ കൊള്ളേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നൊക്കെയാണ് അവള് പറയുന്നത്. എന്നാൽ ജിം അതിന് സമ്മതിക്കുന്നില്ല. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല, അതുകൊണ്ട് നീ ആ ലിവർ വലിക്കി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൾ ആ ലിവർ താഴ്ത്തുകയാണ്. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള തീയൊക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അവനൊരു ഷീൽഡുമായിട്ടാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അതാണ് അവനിപ്പോ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. കുറെ നേരം അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ആ തീയുടെ ശക്തിയിൽ അവൻ തെറിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ അവനെ കെട്ടിയിരിക്കുന്ന റോപ്പും കട്ടായി പോവാണ്. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ സ്പേസിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ സ്പേസ്ഷിപ്പിന്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടുണ്ട്. അതിപ്പോ നോർമൽ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആ സ്പേസ്ഷിപ്പിന്റെ എഞ്ചിൻ ഓൺ ആയിട്ട് അത് മുന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ അവളുടെ അടുത്ത് കാര്യം പറയുന്നത്. എന്റെ റോപ്പ് പൊട്ടിപ്പോയി, എനിക്കിനി സ്പേസ്ഷിപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത്.
അത് കേൾക്കുമ്പോൾ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ആ സ്യൂട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. ഈ സമയം ജിമ്മിന്റെ സ്പേസ്ഷിപ്പിൽ ഒരു തുള വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഓക്സിജൻ ഒക്കെ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ഇനി അധിക സമയമില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ അവളുടെ അടുത്തൊരു കാര്യം പറയാണ്. എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് നിന്റെ പോഡ് ഞാൻ ഓപ്പൺ ചെയ്തത്. എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന്. അതിന് നീ എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് 90 വർഷങ്ങൾക്ക് ശേഷം നിന്നെ പരിചയപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ആ ഗ്രഹത്തിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി ഞാനൊരു വീട് കെട്ടിയനെ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ ആ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നേരെ സ്പേസിലേക്ക് ചാടുകയാണ്. അവന്റെ തൊട്ടടുത്ത് വരെ അവൾ എത്തിയതാണ്. പക്ഷെ റോപ്പിന് നീളം തികയത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ തിരിച്ചു വലിച്ചെടുക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു അവസരത്തിലാണ് അവന്റെ പൊട്ടിയ റോപ്പിന്റെ ഒരു കഷ്ണം അവളുടെ കൈ കിട്ടുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൾ അത് പിടിച്ചിട്ട് വലിക്കാൻ തുടങ്ങി. അങ്ങനെ കഷ്ടിച്ചാണ് അവൾ അവനെയും കൊണ്ട് ആ സ്പേസ്ഷിപ്പിലേക്ക് തിരിച്ചു കയറുന്നത്. എന്നാൽ അവന്റെ സ്യൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവന് ബോധമില്ല. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ പൊക്കിയെടുത്തിട്ട് ആ ഓട്ടോഡോക്കിന്റെ അകത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ കമ്പ്യൂട്ടർ അവനെ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് ഇവൻ മരിച്ചുപോയി എന്നാണ്. അത് കേൾക്കുമ്പോൾ എന്നാ പിന്നെ അവനെ ജീവിപ്പിക്കാനുള്ള എന്തെങ്കിലും വഴി ചെയ്യ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ആക്സസ് വേണം എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. ഈ സമയത്താണ് നേരത്തെ ഗസ് കൊടുത്ത ആ ഐഡിയ എടുത്തിട്ട് അവൾ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെ നിർദ്ദേശപ്രകാരം കമ്പ്യൂട്ടർ അവനെ ജീവിപ്പിക്കാനുള്ള വഴിയൊക്കെ നോക്കുകയാണ്. കുറെ നേരമൊക്കെ CPR കൊടുത്തു കഴിയുമ്പോൾ അവനാണെങ്കിൽ ബോധം വരികയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ആകെ സന്തോഷത്തിലിരിക്കുകയാണ് അവൾ. അങ്ങനെ ആ സ്പേസ്ഷിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അതിപ്പോൾ പഴയതുപോലെ തന്നെ ആ ഗ്രഹത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അറോറയാണെങ്കിൽ കേടായി പോയ ആർദറിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്മാണെങ്കിൽ ആ ഓട്ടോ ഡോക്കിന്റെ സെറ്റപ്പ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഓട്ടോ ഡോക്കിന്റെ സെറ്റപ്പ് ഒക്കെ പഠിച്ചതിന് ശേഷം അവൻ അവളെയും വിളിച്ചുകൊണ്ട് നേരെ പോകുന്ന അതിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ ഓട്ടോ ഡോക്കിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതൊരു ഹൈബർനേഷൻ പോഡായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ഇതിനകത്തേക്ക് കയറാനും പറ്റും. നീ ഇതിൽ കയറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റിന് പ്രായശ്ചിത്തമാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ അവൾ അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ ഉണരുമ്പോൾ അവൻ ഉണ്ടാവത്തില്ല എന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല അവളാണെങ്കിൽ അത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹൈബർനേഷൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുന്ന അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം ആ ബാറിൽ വെച്ചിട്ട് അവൻ ആ റിംഗ് അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ബാക്കിയുള്ള ജീവിതം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ 88 വർഷങ്ങൾ കഴിഞ്ഞു. ആ സ്പേസ്ഷിപ്പ് ഇപ്പോൾ ഹോംസ്റ്റെഡ് 2 എന്ന ഗ്രഹത്തിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ പാസഞ്ചേഴ്സ് ഉണർന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ജിമ്മും അറോറയും ജീവനോടെയില്ല. എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബാക്കി വെച്ചിട്ടാണ് അവരവരുടെ ജീവിതം ജീവിച്ചു തീർത്തത്. ആ ഹാള് മൊത്തം അവരൊരു ഗാർഡനാക്കി മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് വായിക്കാൻ വേണ്ടി അവൾ എഴുതി വെച്ചിട്ടുമുണ്ട്. അതിലവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 88 വർഷങ്ങൾ കഴിയുമ്പോൾ സ്റ്റാർഷിപ്പ് ആവലോൺ അതിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എന്റെ സുഹൃത്ത് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്താൻ നീ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നീ എവിടെ ചെന്നാലും അവിടെ നിനക്ക് പൊരുത്തപ്പെടാൻ സാധിക്കത്തില്ല എന്ന്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് എവിടെയോ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഒരു കിടിലൻ ലൈഫായിരുന്നു ഞങ്ങൾക്ക്. അതെ, വളരെ മനോഹരമായൊരു ജീവിതം. അത് വളരെ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ജീവിച്ചു തീർക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടാണ് അവരവരുടെ ജീവിതം ജീവിച്ചു തീർത്തത്. ഇതോടുകൂടെ ഈ കഥയെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.